ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂളുകളാണ്, ഇൻഫറൻസ് റൂൾസ്. ഈ ഇൻഫറൻസ് റൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ആ ആർഗ്യുമെൻറ്റിൽ ഒരു പ്രോബ്ലം വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, അതിൻ്റെ ഹൈപ്പോത്തസിസുകൾ നമ്മൾ കൺജങ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇംപ്ലൈസ് സി അല്ലേ, അതായത് H1 H2 എന്നുള്ള രണ്ട് ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ H1 കൺജങ്ഷൻ H2 ദെൻ അതിൻ്റെ കൺക്ലൂഷൻ സി ആണെങ്കിൽ ഇംപ്ലൈസ് സി എന്നുള്ളത് എന്താവണം, നമുക്ക് ഇസ് എ ടോട്ടോളജി അല്ലേ. ഇതൊരു ടോട്ടോളജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, ഈ ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് റൂളുകളാണ്. ഈ റൂള് യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെക്ക് ചെയ്യാം. 7 റൂള് പറയുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ റൂളും ഇത് ഓൾറെഡി വാലിഡ് ആവുന്ന കേസാണ്. ഈ ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ റൂളുകൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അതായത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ റൂളുകൾ നോക്കാം. ഫസ്റ്റ് വൺ, PQ എന്നുള്ള രണ്ട് ഹൈപ്പോത്തസിസ് ഉണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആണ്, നെഗേഷൻ ഒന്നല്ല. PQ എന്നുള്ള രണ്ട് ഹൈപ്പോത്തസിസ്. ദെൻ അതിൻ്റെ കൺക്ലൂഷൻ വരുന്നത് എന്താണ്, P കൺജങ്ഷൻ Q. ഓക്കെ, ദെൻ അത് നമ്മൾ എങ്ങനെയാണ് വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യാറുള്ളത്, ഇത് രണ്ടിൻ്റെയും കൺജങ്ഷൻ അല്ലേ, അതായത് P ആൻഡ് Q ഇത് രണ്ടിൻ്റെയും കൺജങ്ഷൻ ഇംപ്ലൈസ് C അല്ലേ. C എന്നുള്ളത് ഇവിടെ എന്താണ്, കൺജങ്ഷൻ തന്നെയാണ്. അതായത് P കൺജങ്ഷൻ Q ഇംപ്ലൈസ് P കൺജങ്ഷൻ Q. ഈ ഫോമിൽ നമുക്ക് ആർഗ്യുമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി എന്താണ്, ഒരു റൂളാണ്. ആ റൂളിൻ്റെ പേരാണിത്, കൺജങ്ഷൻ റൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം, പ്രോബ്ലം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ബൈ ഇൻഫറൻസ് റൂൾ. ഓക്കെ, ട്രൂത്ത് ടേബിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ബൈ ഇൻഫറൻസ് റൂൾ കൺജങ്ഷൻ, ഇൻഫറൻസിൻ്റെ ഏത് റൂള്, കൺജങ്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് ഇതെന്താണ്, ഈസ് ഓൾവേസ് ടോട്ടോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ട്രൂത്ത് ടേബിൾ വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ സെക്കൻഡ് റൂൾ എന്താണ്, P കൺജങ്ഷൻ Q ഒരൊറ്റ ഒന്നേ വരുന്നുള്ളൂ. ഹൈപ്പോത്തസിസ് ഒരൊറ്റ ഒന്നേ വരുന്നുള്ളൂ, P കൺജങ്ഷൻ Q. ആൻഡ് കൺക്ലൂഷൻ എന്താവുക, P ആവുക. രണ്ട് പ്രിപ്പോസിഷൻസിൻ്റെ കൺജങ്ഷൻ എടുത്താൽ അത് ഫസ്റ്റ് തന്നെ ആവുക. അങ്ങനെ വരുന്ന കേസ് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ. നമ്മൾ ഈ റൂളിനെ പറയുന്ന പേരാണ് സിംപ്ലിഫിക്കേഷൻ റൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഹൈപ്പോത്തസിസ് P കൺജങ്ഷൻ Q. ഇവിടെ ഇനി കൺജങ്ഷൻ എഴുതാൻ അടുത്തൊരു ഹൈപ്പോത്തസിസ് ഇല്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇംപ്ലിക്കേഷൻ കൊടുക്കാം. ഇംപ്ലൈസ് എന്താണ് നമ്മുടെ കൺക്ലൂഷൻ, P ആണ്. അപ്പോൾ ആ P നോട്ട് ഇംപ്ലൈസ് P. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഇത് എന്തായിരിക്കും, ഓൾവേസ് ടോട്ടോളജി ആണ്. അതുകൊണ്ട് ഈ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് പറയാം, വാലിഡ് ആണെന്ന് പറയാം. ഇങ്ങനെ വരുന്ന കേസിൽ ഈ ആർഗ്യുമെൻറ്റ് ഓൾവേസ് വാലിഡ് ആണ്. ഇതിൻ്റെ റൂളിനെ പറയുന്ന പേരെന്താണ്, സിംപ്ലിഫിക്കേഷൻ റൂൾ. നെക്സ്റ്റ് റൂളാണ് P എന്നുള്ള ഒരൊറ്റ ഹൈപ്പോത്തസിസ് വരിക. ഓക്കെ, അതിൻ്റെ കൺക്ലൂഷനായിട്ട് വരുന്നത് P ഡിസ്ജങ്ഷൻ Q ആണ്. അതായത് P, അപ്പോൾ എങ്ങനെ വരും, P ഇംപ്ലൈസ് അല്ലേ. നമുക്ക് കൺജങ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് മറ്റൊരു ഹൈപ്പോത്തസിസ് വരുന്നില്ല. അതുകൊണ്ട് P ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം, P ഡിസ്ജങ്ഷൻ Q. ഇതും എന്താണ്, ഒരു ടോട്ടോളജി ആയിരിക്കും. ഇത് വാലിഡ് ആണ്. അതുകൊണ്ട് ഈ റൂളിനെ പറയുന്ന പേരെന്താണ്, അഡീഷൻ റൂൾ. ഓക്കെ, നാലാമത്തെ റൂൾ നോക്കൂ, P ഇംപ്ലൈസ് Q P. Therefore Q എന്നുള്ളതാണ് കൺക്ലൂഷൻ വരുന്നത്. അതായത് P ഇംപ്ലൈസ് Q കൺജങ്ഷൻ P ഇംപ്ലൈസ് Q അല്ലേ. ഇത് രണ്ടും ഹൈപ്പോത്തസിസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൺജങ്ഷൻ എടുക്കുക, അതിനുശേഷം ഇംപ്ലൈസ് കൺക്ലൂഷൻ. ഇതിനെ പറയുന്ന പേരാണെന്ത്, ലോസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലോ ഓഫ് കോൺട്രാപോസിറ്റീവ്. ഓക്കെ, നെഗേഷൻ Q P ഇംപ്ലൈസ് Q. ഇതാണ് രണ്ട് ഹൈപ്പോത്തസിസ് വരുന്നത്. അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, നെഗേഷൻ P ആണ്. ദെൻ ഇത് രണ്ടിൻ്റെയും കൺജങ്ഷൻ ഇംപ്ലൈസ് നെഗേഷൻ P അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോ ഓഫ് കോൺട്രാപോസിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് റൂള് നോക്കാം. റൂൾ 6, P ഡിസ്ജങ്ഷൻ Q നെഗേഷൻ P. ഓക്കെ, therefore Q എങ്ങനെ കിട്ടുന്നത്, അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൺജങ്ഷൻ ഇംപ്ലൈസ് Q അല്ലേ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ജക്റ്റീവ് സില്ലോജിസം. ഓക്കെ, നെക്സ്റ്റ് 7th റൂൾ നോക്ക്, P ഇംപ്ലൈസ് Q ആൻഡ് Q ഇംപ്ലൈസ് R ദെൻ P ഇംപ്ലൈസ് R എന്ന് കിട്ടുന്നത്. ഈ രണ്ട് ഹൈപ്പോത്തസിസിൻ്റെയും കൺക്ലൂഷൻ ഇങ്ങനെ വരും. അതായത് P ഇംപ്ലൈസ് Q കൺജങ്ഷൻ Q ഇംപ്ലൈസ് R ഇംപ്ലൈസ് P ഇംപ്ലൈസ് R അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടോളജി വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഇതിനെ പറയുന്ന പേരാണ് ഹൈപ്പോത്തറ്റിക്കൽ സില്ലോജിസം. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂൾ 7 യൂസ് ചെയ്തിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു അല്ലേ. എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഒരു മാൻ ബാച്ചിലർ ആണെന്നുണ്ടെങ്കിൽ
ഹീസ് അൺഹാപ്പി ആൻഡ് എ മാൻ ഈസ് അൺഹാപ്പി ദെൻ ഹീസ് ഡൈസ് എ അല്ലേ. അങ്ങനെ നമ്മളൊരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അല്ലേ, പി ഇംപ്ലൈസ് ക്യൂ, അതുപോലെ തന്നെ ക്യൂ ഇംപ്ലൈസ് ആർ ആണെന്നുണ്ടെങ്കിൽ ദെർഫോർ കൺക്ലൂഷൻ നമുക്ക് പി ഇംപ്ലൈസ് ആർ എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇതൊരു കോമൺ കാര്യമായതുകൊണ്ട് നമ്മളത് ട്രൂ ആണെന്ന് എടുത്തതായിരുന്നു അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് വരക്കായിരുന്നു. എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ചെയ്യുക, പി എടുക്കണം അല്ലേ, ദെൻ ക്യൂ എടുക്കണം, ആർ എടുക്കണം, പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഇംപ്ലൈസ് ആർ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ, അതായത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ടേബിൾ കംപ്ലീറ്റ് ട്രൂ ആണ് വരുന്നതെങ്കിൽ നമുക്കത് പറയാം അത് ടോട്ടോളജിയാണ്. അത് ടോട്ടോളജി ആയതുകൊണ്ട് അത് വാലിഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ ഇത്രയും റൂളുകൾ നമ്മൾ ഇനി വാലിഡ് ആണോ ചെക്ക് ചെയ്യാൻ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ബൈ ഇൻഫറൻസ് റൂൾ. ഏതാണ് റൂൾ വരുന്നത്, ഹൈപ്പോത്തറ്റിക്കൽ സില്ലോജിസം യൂസ് ചെയ്തിട്ട് ഇത് ഓൾവേസ് എന്താണ്, ടോട്ടോളജിയാണ്. അതുകൊണ്ട് ഈ ഒരു ആർഗ്യുമെൻറ്റ് എന്താണെന്ന് പറയാൻ നമുക്ക് വാലിഡ് ആണ് പറയാം. ഇനി നമുക്കൊരു എക്സാമ്പിളിൽ ഇങ്ങനെ വന്നെങ്കിൽ നമ്മളതിൻ്റെ മോഡൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അങ്ങനെ ആ മോഡലിലാണ് വന്നതെങ്കിൽ ഇനി ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇൻഫറൻസ് റൂൾ യൂസ് ചെയ്തിട്ട് ഇത് ടോട്ടോളജി ആണെന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് പറഞ്ഞ റൂളുകളിനൊക്കെ എക്സാമ്പിൾ നോക്കാം. ഏതൊക്കെയായിരുന്നു റൂളുകൾ, കൺജങ്ഷൻ റൂൾ അല്ലേ. കൺജങ്ഷൻ റൂളിനും അഡീഷൻ റൂളിനും അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ റൂളിനൊക്കെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കും. കൺസിഡർ ദ ആർഗ്യുമെൻറ്റ് ദീപ്തി ഈസ് ക്ലവർ, ദീപ്തി ഈസ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ രണ്ട് ഹൈപ്പോത്തസിസ് ഉണ്ട് അല്ലേ, ദീപ്തി ഈസ് ക്ലവർ ആൻഡ് ദീപ്തി ഈസ് ഹാർഡ് വർക്കിംഗ്. ദെർഫോർ കൺക്ലൂഷൻ എന്താണ്, ദീപ്തി ഈസ് ക്ലവർ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ നമുക്ക് പി എന്നുള്ള പ്രിപ്പോസിഷൻ എങ്ങനെ എഴുതാം, പി ദീപ്തി ഈസ് ക്ലവർ അല്ലേ. ലെറ്റ് പി ദീപ്തി ഈസ് ക്ലവർ ആൻഡ് ക്യൂ എന്നുള്ളത് എന്ത് വരും, ക്യൂ ദീപ്തി ഈസ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ, ദെൻ ഇതിന് നമുക്ക് പ്രിപ്പോസിഷനെ ആർഗ്യുമെൻറ്റ് ഫോമിൽ എങ്ങനെ എഴുതാം, പി ക്യൂ എന്നുള്ളതാണ് ഇതില്ലേ. ആർഗ്യുമെൻറ്റ് ഫോം ഓഫ് ദിസ് എങ്ങനെ വരും, പി ക്യൂ. ദെൻ ഇതിൻ്റെ കൺക്ലൂഷൻ അല്ലേ, അതെങ്ങനെയാണ് വരുന്നത്, ദെർഫോർ ദീപ്തി ഈസ് ക്ലവർ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അതായത് പി ക്ലവറും ആണ്, പി എന്ന് പറഞ്ഞാൽ ക്ലവറാണ്, ആൻഡ് ഹാർഡ് വർക്കിംഗും ആണ്. ആൻഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, കൺജങ്ഷൻ അല്ലേ. ആൻഡ് പറഞ്ഞാൽ കൺജങ്ഷൻ, പി കൺജങ്ഷൻ ക്യൂ. അതായത് ഇതെന്താ പറയുന്നത്, പി അല്ലേ ക്യൂ ആൻഡ് പി കൺജങ്ഷൻ ക്യൂ. ഇതായിരുന്നു എന്ത് വന്നിരുന്നത്, ഫസ്റ്റ് ഇൻഫറൻസ് റൂൾ അല്ലേ. ഇതായിരുന്നു ഫസ്റ്റ് ഇൻഫറൻസ് റൂൾ, പി ക്യൂ ദെർഫോർ പി കൺജങ്ഷൻ ക്യൂ. ഓക്കെ, അപ്പോൾ അതെന്താണ്, കൺജങ്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ഇത് വാലിഡ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം, യൂസിങ് ദ റൂൾ ഓഫ് ഇൻഫറൻസ്. ഏതായിരുന്നു റൂള്, കൺജങ്ഷൻ അല്ലേ. കൺജങ്ഷൻ ഇറ്റ് ഫോളോസ് ദാറ്റ് ദ എബവ് ആർഗ്യുമെൻറ്റ് അല്ലേ, ഈ തന്നിട്ടുള്ള ആർഗ്യുമെൻറ്റ് എന്താന്ന് പറയാം നമുക്ക്, ഈസ് വാലിഡ് അല്ലേ. ഇതെന്താണെന്ന് പറയാം, വാലിഡ്. അപ്പോൾ ഏത് റൂളാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻഫറൻസ് റൂളിൽ ഏത് റൂളാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ദീപ്തി ഈസ് ക്ലവർ ആൻഡ് ഹാർഡ് വർക്കിംഗ്, ദെർഫോർ ദീപ്തി ഈസ് ക്ലവർ. അതായത് പി എന്നുള്ള പ്രിപ്പോസിഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, പി സച്ച് ദാറ്റ് ദീപ്തി ഈസ് ക്ലവർ അല്ലേ, തന്നെ കൊടുക്കാം, ദീപ്തി ഈസ് ക്ലവർ. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ദീപ്തി ഈസ് ഹാർഡ് വർക്കിംഗ്, ദീപ്തി ഈസ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിപ്പോസിഷനെ എങ്ങനെ ആർഗ്യുമെൻറ്റ് ഫോമിൽ എഴുതാം, ദീപ്തി ഈസ് ക്ലവർ ആൻഡ് ഹാർഡ് വർക്കിംഗ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പി എന്നുള്ളത് ദീപ്തി ഈസ് ക്ലവറായി, ആൻഡ് എന്നാണ് അല്ലേ, ആൻഡ് എന്ന് പറയുമ്പോൾ കൺജങ്ഷൻ, ക്യൂ ദീപ്തി ഈസ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ പി കൺജങ്ഷൻ ക്യൂ, ദെർഫോർ ദീപ്തി ഈസ് ക്ലവർ. ദീപ്തി ഈസ് ക്ലവർ എന്ന് പറഞ്ഞാൽ പി ആണ് അല്ലേ. അപ്പോൾ പി കൺജങ്ഷൻ ക്യൂ ദെർഫോർ പി, ഇതാണ് വരുന്നത്. ഈ റൂളിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, സിംപ്ലിഫിക്കേഷൻ റൂൾ. ഓക്കെ, നോക്കുക, പി കൺജങ്ഷൻ ക്യൂ ദെർഫോർ പി എന്നുള്ളതിന് എന്തായിരുന്നു, സിംപ്ലിഫിക്കേഷൻ റൂൾ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, യൂസിങ് ദ റൂൾ ഓഫ് ഇൻഫറൻസ് സിംപ്ലിഫിക്കേഷൻ ഇറ്റ് ഫോളോസ് ദാറ്റ് ദ അബവ് ആർഗ്യുമെൻറ്റ് ഈസ് വാലിഡ് അല്ലേ. ദ ആർഗ്യുമെൻറ്റ് ഈസ് വാലിഡ്. ഓക്കെ, നെക്സ്റ്റ് റൂൾ ഏതായിരുന്നു, അഡീഷൻ റൂൾ. അഡീഷൻ റൂൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം.
ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ജോൺ ഈസ് എ പോയറ്റ്. Therefore, John is either a poet or a painter. അപ്പോൾ ഇവിടെ പി എന്നുള്ള പ്രിപ്പോസിഷൻ അല്ലേ, എന്താ വരുന്നത്? ജോൺ ഈസ് എ പോയറ്റ്. ആൻഡ് ക്യൂ എന്നുള്ളത് എന്താണ്? ജോൺ ഈസ് എ ഐദർ എ പോയറ്റ് ഓർ എ പെയിൻറ്റർ എന്നാണ്. അപ്പോൾ ജോൺ ഈസ് എ പെയിൻറ്റർ എന്നുള്ളതാണ് എന്ത് വരുന്നത്? ക്യൂ എന്നുള്ള പ്രിപ്പോസിഷൻ വരുന്നത്. ദെൻ ഇവിടെ അപ്പം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ജോൺ ഈസ് എ പോയറ്റ്, അതെന്താണ്? പി ആണ്. പി ദെർഫോർ കൺക്ലൂഷൻ എന്താ തന്നിട്ടുള്ളത്? ജോൺ ഈസ് ഐദർ എ പോയറ്റ് ഓർ എ പെയിൻറ്റർ എന്നാണ് അല്ലേ. പി ഓർ ക്യൂ എന്നാണ്. അപ്പോൾ എന്താ വരിക? ഡിസ്ജങ്ഷൻ അല്ലേ. പി ഡിസ്ജങ്ഷൻ ക്യൂ. അതായത് പി ഉള്ള ഹൈപ്പോത്തസിസും അതിൻ്റെ കൺക്ലൂഷൻ എന്താ വരുന്നത്? പി ഡിസ്ജങ്ഷൻ ക്യൂ. ഈ ഫോമിൽ വരുന്നതാണ് എന്ത്? അഡീഷൻ റൂൾ അല്ലേ. അപ്പോൾ എന്താ നമുക്ക് using the rule of inference, that is the addition rule, the argument is valid. Okay, next example നോക്കാം. If it snows today, the university will close. The university is not closed today, therefore it did not snow today. അപ്പോൾ ഇവിടെ പി എന്നുള്ള പ്രിപ്പോസിഷൻ എങ്ങനെ എടുക്കാം? പി സച്ച് ദാറ്റ് ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇറ്റ് സ്നോസ് ടുഡേ എന്നെടുക്കാം. ഇറ്റ് സ്നോസ് ടുഡേ. ദെൻ ക്യൂ എന്നുള്ള പ്രിപ്പോസിഷൻ എങ്ങനെ വരും? ഇറ്റ് സ്നോസ് ടുഡേ എന്നുള്ളതാണ്. ദെൻ ക്യൂ എന്തായിരിക്കും? യൂണിവേഴ്സിറ്റി വിൽ ക്ലോസ് എന്നുള്ളതായിരിക്കും എന്ത് വരുന്നത്? ക്യൂ അല്ലേ. യൂണിവേഴ്സിറ്റി വിൽ ക്ലോസ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ആർഗ്യുമെൻറ്റ് ഫോമിൽ എഴുതാം? ഇഫ് ദെൻ ആണ് വരുന്നത് അല്ലേ. ഇഫ് അല്ലെങ്കിൽ കോമ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? ഇംപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി അല്ലേ. ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ, അതായത് പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ. ദ യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് ക്ലോസ്ഡ് ടുഡേ. യൂണിവേഴ്സിറ്റി വിൽ ക്ലോസ് എന്നുള്ളതാണ് ക്യൂ. അപ്പോൾ നെഗേഷൻ ക്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. therefore കൺക്ലൂഷൻ എന്താണ്? therefore it did not snow today അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്നോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? സ്നോസ് ഉണ്ട് എന്നുള്ളതാണ് പി എന്നുള്ളത്. അങ്ങനെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം? നെഗേഷൻ പി അല്ലേ. അതായത് നെഗേഷൻ പി, അതായത് പി ഇംപ്ലൈസ് ക്യൂ, നെഗേഷൻ ക്യൂ എന്നുള്ള ഹൈപ്പോത്തസിസിന് നെഗേഷൻ പി എന്നുള്ള കൺക്ലൂഷൻ വരും. ഇത് ഏത് റൂളാണ്? ലോ ഓഫ് കോൺട്രാപോസിറ്റീവ്. ഓക്കെ, പി ഇംപ്ലൈസ് ക്യൂ, നെഗേഷൻ ക്യൂ, therefore നെഗേഷൻ പി എന്ന് എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് കോൺട്രാപോസിറ്റീവ്. Then by the law of contrapositive, the argument is valid. Okay. Next വരുന്ന എക്സാമ്പിൾ നോക്കൂ. 7 is less than 4 or 7 is a prime number. 7 is not less than 4, therefore 7 is a prime number. Let P എന്നുള്ള പ്രിപ്പോസിഷൻ എങ്ങനെ കൊടുക്കാം? 7 is less than 4 അല്ലേ. less than 4 എന്ന് കൊടുക്കാം. Then Q എന്നുള്ള പ്രിപ്പോസിഷൻ എന്താണ്? 7 is a prime number എന്ന് കൊടുക്കാം. 7 is a prime number. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ആർഗ്യുമെൻറ്റ് ഫോമിൽ എഴുതാം? 7 ഈസ് ലെസ് ദാൻ 4 ഓർ 7 ഈസ് എ പ്രൈം നമ്പർ അല്ലേ. അതായത് പി ഓർ ക്യൂ എന്നാണ് വരുന്നത്. പി ഓർ ക്യൂ എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതാം? പി ഡിസ്ജങ്ഷൻ ക്യൂ അല്ലേ. ദെൻ 7 ഈസ് നോട്ട് ലെസ് ദാൻ 4. 7 ലെസ് ദാൻ 4 എന്നുള്ളതാണ് പി. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? നെഗേഷൻ പി അല്ലേ. ദെൻ കൺക്ലൂഷൻ എന്താ വരുന്നത്? therefore 7 ഈസ് എ പ്രൈം നമ്പർ. 7 പ്രൈം നമ്പർ എന്നുള്ളത് എന്താണ്? ക്യൂ ആണ് അല്ലേ. അതായത് പി ഡിസ്ജങ്ഷൻ ക്യൂ, നെഗേഷൻ പി, therefore ക്യൂ എന്ന് വരുന്നത്. ഇത് ഏത് ലോ ആണ്? ഡിസ്ജക്റ്റീവ് സില്ലോജിസം. ഇതാണ് ഡിസ്ജക്റ്റീവ് സില്ലോജിസം. ഓക്കെ, അപ്പോൾ ഈ റൂള് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ആർഗ്യുമെൻറ്റും വാലിഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇത്രയും റൂളുകൾ, ഈ ഒരു 7 റൂള് യൂസ് ചെയ്തിട്ട് ആ മോഡലിലാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ നിങ്ങൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേത് റൂളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ബൈ ദിസ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഇത് വാലിഡ് ആണെന്ന് എഴുതുക. ഓക്കെ.